ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു. നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇതിപ്പം നല്ലൊരു ബ്രേക്ക് ആയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇതുവരെ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം നമുക്കിനി വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ യു എയിൽ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിട്ട് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ്, രാവിലത്തെ വ്യൂ ആണ്. നമ്മളിന്ന് ദുബായിലോട്ട് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം ദുബായിലൊക്കെ പോയി നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറിയിട്ട് ഇന്ന് പോകുന്നത് ബുർജ് ഖലീഫയിലോട്ടാണ്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വാട്ടർ ഫൗണ്ടൈനാണിത്. അത് മോർണിംഗിൽ ഉള്ളൊരു വ്യൂ ആണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ ആ വാട്ടർ ഫൗണ്ടൈൻ അത് പല രീതിയിലും ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഓരോ കാര്യങ്ങളാണ്, മീൻസ് എന്താ ബുർജ് ഖലീഫയെ പറ്റിയിട്ട് ഓരോന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ നമ്മൾ എസ്കലേറ്ററിൽ കയറിയിട്ട് മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. കാരണം ബുർജ് ഖലീഫയുടെ എങ്ങനെയാണ് അവരുടെ ഓരോരോ കൺസ്ട്രക്ഷൻ്റെ സ്റ്റേജസും എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള അതിൻ്റെ ഓരോ ഇമേജസും കാര്യങ്ങളും എല്ലാം. ഫസ്റ്റ് 2004 അവർ ഇതിനെ പറ്റിയിട്ട് കൺസ്ട്രക്ഷനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് അതിൻ്റെ എൻഡ് വരെയുള്ള ഓരോരോ സ്റ്റേജസും അവർ ഓരോ സ്ക്രീനിലായിട്ട് പ്രത്യേകം ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ്റേതായിട്ടുള്ള ഓരോ സ്റ്റേജിലെ ഫോട്ടോസും അതിനകത്ത് തന്നെ ഉണ്ട്. ഓരോ ഇയറിൽ അത് എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 2004 കഴിഞ്ഞിട്ട് പിന്നെ 5, 6, 7 അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് വരെയും ഉള്ള ഓരോന്ന് അവർ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ 2007 കാണിക്കുന്നത്. അത് ഓരോ ഇയറിലും ഓരോ അതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതും ഓരോ കൺസ്ട്രക്ഷനിലുള്ള ചേഞ്ചസും ഓരോന്നും അവർ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ 2008 കഴിഞ്ഞു. അങ്ങനെ 2009 ആയപ്പോഴത്തേക്കിനും അതിൻ്റെ ഫുള്ളായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കണ്ടിട്ട് നമ്മൾ അറ്റ് ദ ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ലിഫ്റ്റിൽ. അപ്പം നമുക്ക് ഈ ടിക്കറ്റിൽ 124ഉം 125 ഫ്ലോറിലാണ് നമുക്ക് എൻ്റർ ആവാൻ പറ്റുന്നത്. അപ്പം ലിഫ്റ്റിനകത്ത് കയറിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. അതിനകത്ത് തന്നെ അവർ സ്കൈയുടേതും അങ്ങനെ കുറേ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരു 1 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ 124th ഫ്ലോറിലെത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് ലിഫ്റ്റ് പോയത്. ഒത്തിരിയൊന്നും ടൈമൊന്നും എടുത്തില്ല. കറക്റ്റ് പറഞ്ഞ ഒരു 56 സെക്കൻഡ്സ് അത്രേ എടുത്തിട്ടുള്ളായിരുന്നു. നമ്മളപ്പോൾ തന്നെ 124th ഫ്ലോറിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തുള്ള ഓരോരോ വ്യൂസാണ്. നമ്മൾ സ്കൈയിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള സ്റ്റാറും അങ്ങനത്തേതായിട്ടുള്ള കുറേ വ്യൂസും എന്നുവെച്ചാൽ നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ബോറൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ലിഫ്റ്റിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോഴാണ് ഇതൊക്കെ അവരതിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ 124th ഫ്ലോറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ പോയതുകൊണ്ട് ആ ഒരു സൂര്യനൊക്കെ ഉദിച്ച് വന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് ലൈറ്റിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടിയാൽ ഇത് ആ ഒരു ഫോഗി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈം ആയിട്ട് കുറച്ച് നമുക്ക് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായെങ്കിലും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, റിയലായിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇതാണ്ട് താഴത്തെ റോഡും നമ്മൾ എത്രത്തോളം ഹൈറ്റിൽ ഡിഫറൻസിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. താഴെയൊക്കെ കാണുമ്പോൾ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. ഇത്രയും ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാത്തിനെയും നമ്മൾ മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ നല്ലൊരു വ്യൂ ആണ്. നമുക്ക് അവിടെ നിന്ന് വൺ ടൈം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വ്യൂ തന്നെയാണത്. അവിടെ നെയ്മാറും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അറ്റ് എൻഡ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ സീ ആണ്. ആ സീയുടെ എത്രത്തോളം അകത്തോട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ താഴെ നിന്ന് കാണുന്നതിനെക്കാട്ടിലും നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ അത്രത്തോളം നമുക്ക് ആ സീയുടെ അകമൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ കുറേ ഫോട്ടോ പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ടർഫ്ലൈ ഇങ്ങനെ വെച്ചേക്കുന്ന പോലത്തെ അങ്ങനത്തെ കുറേ വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കയറി കാണാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ 125th ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് കയറി വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്.
അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത്. നമ്മുടെ ദുബായ് മോളും ആ ഏരിയയൊക്കെയാണ് താഴെയുള്ളത് കാണുന്നത്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് മേലിൽ നിന്ന് കാണാൻ. ആ ഒരു വാട്ടർ ഫൗണ്ടെയിൻ്റെ ആ ഏരിയയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആ ബ്ലൂ ആയിട്ടൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് പിന്നെ ഇതിനകത്ത് തന്നെയുള്ളൊരു ഗ്ലാസ് പോലത്തെ, മീൻസ് നമുക്ക് താഴെ കാണുന്ന വ്യൂസ് തന്നെയാണ് ഇത്. ഇതിനകത്തൂടെ നടന്നു പോകുമ്പോൾ ആ ഗ്ലാസ് ബ്രേക്ക് ആവുന്ന പോലത്തെ ഒരു എഫക്റ്റും അതിൻ്റേതായ ഒരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് വാക്ക് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ വ്യൂസ് എല്ലാം കണ്ടു. എന്നിട്ട് ഇതിനകത്തത് മുകളിലത്തുള്ളൊരു ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ബുർജ് ഖലീഫയുടെ പല മോഡലിലുള്ളതും പല ഐറ്റംസ് ആയിട്ട് അവർ പ്രിൻ്റ് ചെയ്തതും, പിന്നെ ബുർജ് ഖലീഫയുടെ ഓരോ മോഡൽസും, പിന്നെ പല പല ഇതിൽ പ്രിസം അങ്ങനെയൊക്കെ പോലെ ഈ ബുർജ് ഖലീഫേനെ പല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് പല ടൈപ്പിലുള്ള അവിടെ ടീഷർട്ട്സ് അങ്ങനെ പല പല മോഡൽ പല രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാക്ക് വ്യൂവും. ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ പോയിന്റ്. ഇതുപോലെ 2-3 പ്ലേസസ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് വന്നിരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അതേണ്ട താഴെ കാണുന്ന 124th ഫ്ലോറാണ്. അവിടെ നിന്ന് ആൾക്കാർ കാണുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മളെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ തിരിച്ച് താഴോട്ട് പോവാണ്. 124th ഫ്ലോറിലോട്ട് സ്റ്റെപ്പ് വഴിയിട്ട് പോവാണ്. മുകളിലുള്ള വ്യൂസും കാര്യങ്ങളും എല്ലാം കണ്ടു. എല്ലാം വളരെ ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് താണ്ടെ ഇറങ്ങി വന്ന സമയത്ത് അവർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് കാണിച്ചത്. ഇത് വീണ്ടും നമ്മൾ താഴോട്ട് വന്നപ്പോൾ അതിൻ്റെ ഓരോ കൺസ്ട്രക്ഷൻ്റെ സ്റ്റേജസ് അവർ കാണിച്ചേക്കാണ്. മുന്നേ നമ്മൾ കണ്ടത് സ്ക്രീനിൽ ഫോട്ടോ രൂപത്തിലായിരുന്നു. ഇത് അവർ കൺസ്ട്രക്ഷൻ്റെത് അവർ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഓരോരോ രീതിയിൽ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കൺസ്ട്രക്ഷൻസ്, അത് ഹൈറ്റ് കൂടി വരുന്നത് അത് കംപ്ലീറ്റ് ആവുന്നത് എല്ലാം അവർ 1 by 1 ആയിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷന് പിന്നിലുള്ള ആൾക്കാരുടെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആരാണിത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇതിന് പിന്നിൽ വർക്ക് ചെയ്തതും കാര്യങ്ങളും എല്ലാം കണ്ട് ഇവരാണത്. ഇവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ആ ബുർജ് ഖലീഫ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് താഴെ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അതും സെയിം തന്നെ മുകളിൽ കണ്ട പോലെ തന്നെ ബുർജ് ഖലീഫയുടെ മോഡലുള്ള ഓരോ കാര്യങ്ങളും, പിന്നെ ബുർജ് ഖലീഫയുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ ഓരോരോ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ ദുബായ് മോളിൻ്റെ ആ ഒരു ഏരിയയാണ്, വാട്ടർ ഫൗണ്ടന് വരുന്നൊക്കെ ഏരിയ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.